പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വതി. ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. ഈ 2025 ഡിസംബർ 2-ാം തീയതിയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട് ജപ്തിയുടെ സാഹചര്യത്തിലേക്ക് വന്നിരിക്കുമായിരുന്നു. ഞങ്ങൾ വീട് പണിയുന്നതിൻ്റെ ആവശ്യമായിട്ട് ഒരു 6 ലക്ഷം രൂപ വൈക്കത്തുള്ളൊരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരത് ജപ്തി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പല സ്ഥലത്ത് നിന്നായിട്ട് അടയ്ക്കാനുള്ള പൈസ നോക്കിയിട്ടും ഇങ്ങനെ ശരിയാവാതെ വരികയും നമ്മൾ വീടിൻ്റെ ഒരു 2 സെൻറ്റ് സ്ഥലം വീടിനടുത്ത് കൊടുത്തിട്ട് ബാക്കി പൈസ എവിടെന്നെങ്കിലും ശരിയാക്കാം എന്ന് വിചാരിച്ചായിരുന്നു അത് ഇരുന്നിരുന്നത്. അപ്പം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വീട്ടിലെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് നമ്മുടെ വീടിൻ്റെ ആ സ്ഥലം എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും എടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അളന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് നമ്മൾ പറയുന്ന അത്ര എമൗണ്ട് തരാനായിട്ട് താല്പര്യമില്ലാത്ത ഇതിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വീടും സ്ഥലവും മുഴുവനായിട്ട് കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ വീട് കൊടുക്കാം എന്ന് വിചാരിച്ച് വീടും സ്ഥലവും വിൽപ്പനയ്ക്കെന്ന ബോർഡ് വെച്ച് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ വീട് എടുക്കാം എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾ വീടും സ്ഥലവും മുഴുവനായിട്ട് കൊടുക്കണ്ട, അവർക്ക് പറഞ്ഞ അത്രയും 2 സെൻറ്റ് കൊടുത്തിട്ട് ബാക്കി ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടുന്ന തുക അവർ ഞങ്ങൾക്ക് തന്നോളാം, ബാങ്കിൽ അടച്ചോളാം, പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും ബാങ്കിൽ വെച്ചിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള ബാലൻസ് തുക കൊടുത്താൽ മതി എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഈ പറഞ്ഞ വീട്ടുകാർക്കില്ല. ഞങ്ങളുമായിട്ട് അവർക്ക് അത്യാവശ്യം വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്നിരുന്നൊരു മരത്തിൽ നിന്നുള്ള എല്ലാം അവരുടെ വീട്ടിലേക്ക് വീഴുന്നു, അതുപോലെ പട്ടി രാത്രിയിൽ കുരയ്ക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളുമായിട്ട് ചെറിയ ഇതിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവർ വന്ന് ഞങ്ങളോട് അങ്ങനെ പറയാനുള്ളൊരു വലിയൊരു മനസ്സ് കാണിച്ചത്, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ആവശ്യം ഞാൻ വെച്ചത് കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് എനിക്ക് വാങ്ങിത്തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അങ്ങനെ അവരത് സമ്മതിക്കുകയും ഡിസംബർ 20-ാം തീയതിയോടുകൂടി അവർ ബാങ്കിൽ ചെന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. ബാങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനൊരു ദിവസം ജോലിക്ക് പോകുന്ന വഴി ഞാൻ ഇങ്ങനെ പോകുന്ന ബസ്സിൽ ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചിങ്ങനെ എന്നെ പറ്റി മുഖമൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വീട് ഇങ്ങനെ ജപ്തി ആയിരിക്കുക, അപ്പം ഞങ്ങൾ വീടിൻ്റെ 2 സെൻറ്റ് സ്ഥലം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എന്നോട് ചോദിച്ചു, കൊച്ചേ ഏത് ബാങ്കിലാണ് കൊണ്ട് ലോൺ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അർബൻ ബാങ്കിലാണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അയ്യോ എന്നാൽ അവിടുത്തെ ഹെഡിലിരിക്കുന്ന ചെയർമാൻ എൻ്റെ പരിചയക്കാരനെ ഞാൻ പുള്ളിക്കാരനോടൊന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഇളവ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തിരക്കാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു 2 ദിവസം മുമ്പ് അച്ഛൻ ബാങ്കിൽ ചെന്ന് തിരക്കിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് 6 ലക്ഷം നമ്മൾ എടുത്തെങ്കിലും പലിശയും അതിൻ്റെ പലിശയൊക്കെ ചേർന്നിട്ട് ഒരു 8,60,000 സംതിങ് അങ്ങനെ ഒരു എമൗണ്ടാണ് അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പം ഞാനിങ്ങനെ ഈ ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ബാങ്കിലേക്ക് ചെന്ന് നോക്കാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ബാങ്കിലേക്ക് ചെന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ കാശ് രൂപം കയ്യിലെടുത്ത് അതുപോലെ ബാങ്കിൽ കയറുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയ ബാങ്കിൻ്റെ മുമ്പിൽ ഇട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ കയറിയത്. സംസാരിച്ച് കഴിഞ്ഞ് സാർ അകത്ത് നിന്നൊരു മാഡത്തോട് സംസാരിച്ച് സെറ്റിൽമെൻറ്റ് കുറച്ചുകൂടി കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഇതിൽ നമുക്ക് 7,11,50 എന്ന് പറഞ്ഞൊരു 1 ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് അദ്ദേഹം നമുക്ക് കുറച്ച് തരാനുള്ളൊരു കൃപ കാണിച്ചു. നമുക്ക് ഒട്ടും കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് അത്രയും ഒരു ഇളവ് നമുക്ക് മേടിച്ചു തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ ഇതിൽ അടുത്തുള്ള വീട്ടുകാർ എത്രയും പെട്ടെന്ന് പൈസ ശരിയാക്കുകയും ഡിസംബർ 20-ാം തീയതി പറഞ്ഞിട്ടൊരു 24-ാം തീയതി 23-ാം തീയതിയോടു കൂടി അവർ ബാങ്കിൽ പൈസ അടച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 26-ാം തീയതി അവർ നമ്മുടെ ആധാരം എടുത്ത് നമുക്ക് തരികയാണ് ചെയ്തത്. എനിക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുഞ്ഞു പിള്ളേരാണ് ഉള്ളത്. ഞാൻ ഇപ്പം എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ബാങ്കുകാർ ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് പോകാനായിട്ടൊരു വഴിയില്ലല്ലോ എൻ്റെ മാതാവെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവാണ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നത്. മാതാവിനോട് ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ മാതാവിനോടും ഈശോയോടും കടപ്പെട്ട് ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഒരുപാട് അങ്ങ് കൊടുത്ത് സഹായിക്കാനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് എന്നോട് പലരും അവരുടെ അസുഖത്തിൻ്റെ കാരണങ്ങളൊക്കെ പറയുമ്പോൾ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാതൊരു സങ്കടം വരും. ഇപ്പോൾ വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ കാര്യങ്ങളും കൂടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവരോട്
എല്ലാം മാറും, മാതാവിനെ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ഞാൻ അവരുടെ അടുത്തും ഒന്ന് രണ്ട് പേരുടെ അടുത്തും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ഇവിടുത്തെ പത്രം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ആത്മീയമായിട്ടുണ്ടായ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എനിക്ക് മാതാവ് എന്താണെന്നോ ഈശോ എന്താണെന്നോ അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. ഞാൻ എൻ്റെ മൂത്ത മോൾ LKG പഠിക്കുന്നത്. ഞാൻ അവളെ കൊണ്ട് ചേർത്തതൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. അപ്പം ഞാൻ ഈ കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ഓരോരോ വചനങ്ങളൊക്കെ പറയും. ഏശയ്യാവ് 43:5 ഭയപ്പെടേണ്ട, ദൈവം നിൻ്റെ കൂടെയുണ്ട്. യൂട്യൂബിൽ നോക്കി ജപമാല ചൊല്ലാൻ പഠിക്കുകയും ഞാൻ ജപമാല ചൊല്ലുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ.